നമസ്കാരം. കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് ഒരേ മെസ്സേജ് തന്നെ ആൾക്കാർ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് നേഴ്സിംഗ് ജോലിക്ക് ആളുകൾ എടുക്കുന്നു. RN അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള ആളുകളെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലും ഇസ്രായേലിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്കും എടുക്കുന്നുവെന്ന വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഇവിടെ ആരോഗ്യ മേഖലയിൽ കെയർ ഗീവർ സെക്ടറിലേക്ക് മാത്രമേ ആളുകളെ എടുക്കുന്നുള്ളൂ. അതിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. NSDC പോലുള്ള സംവിധാനങ്ങളിലൂടെ പൈസ ചിലവില്ലാതെ ആളുകൾക്ക് വരാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ ഇത് നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. കാര്യം നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. മൊബൈൽ നമ്പർ അയാളെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചേട്ടാ, ഇങ്ങനെ ഒരു സംഭവം വന്നിരുന്നല്ലോ, ഇത് ചേട്ടനാണോ ഇട്ടിരിക്കും, ചേട്ടൻ നമ്പറാണോ? പുള്ളി പറഞ്ഞാൽ അതെ, എൻ്റെ നമ്പറാണ് അരുണതെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ചേട്ടൻ ചെയ്യുന്നത്, ചേട്ടൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു ഏജൻസിയുടെ പേര് പറഞ്ഞു. എനിക്കും അറിയാവുന്ന ഒരു ഏജൻസിയാണ്, എൻ്റെ ഓണറൊക്കെ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഏജൻസിയുടെ പേര് ഞാനിപ്പം പുറത്ത് പറയാമെന്ന് വെച്ചാൽ, ആ ഏജൻസി ഒഫീഷ്യലായിട്ട് ഇതുവരെയും ഇട്ടിട്ടില്ല. അവരുടെ പേജിലോ അവരുടെ ലോഗോ വെച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ അവരുടെ പേരിൽ തന്നെ അവരുടെ അറിവോട് കൂടി തന്നെയാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പം തന്നെയുമല്ല, നാളിതുവരെ ഈ ഏജൻസി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചെയ്തിട്ടുള്ള അവർ പറഞ്ഞ വാക്ക് എപ്പോഴും പാലിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഒരിക്കലും ഏജൻസിയുടെ പ്രൊമോഷനൊന്നുമല്ല. പക്ഷേ നമുക്കത് ഒരു പരിധിവരെ വിശ്വസനീയമായി തോന്നിയേക്കാം. അപ്പോൾ ഇതിലുപരിയായിട്ട് ഈ ഒരു സബ്ജക്റ്റ് മാറ്റിവെക്കുക, ഒരുപക്ഷെ നാളെ നഴ്സുമാർക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം. കാര്യം ആരോഗ്യ മേഖലയിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി പല വിദേശ രാജ്യങ്ങളിലും നഴ്സിംഗ് ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ പഠിച്ച ആളുകൾക്ക് ജോലി കിട്ടുകയും അവിടെ റെസിഡൻസ് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വിദേശ നാണ്യങ്ങൾ അതുവഴി നേടിത്തരികയും ചെയ്യുന്നുണ്ട്. അപ്പം സന്തോഷം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെയിൻലി എൻ്റെ ഒരു സുഹൃത്ത് 20 വർഷമായിട്ട് വോൾസൺ ഹോസ്പിറ്റലിൽ ഹോളോളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളിയാണ് അദ്ദേഹം, ഇസ്രായേലി സിറ്റിസണാണ്. അതുപോലെ തന്നെ ജൂയിഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, അതല്ലാതെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോടൊക്കെ ഞാൻ തിരക്കിയിരുന്നു. പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയത്. കൃത്യമായിട്ട് ഉത്തരം കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ തന്നു പല അഭിപ്രായങ്ങളായിരുന്നു. പക്ഷേ അതല്ലാതെ തന്നെ കുറച്ച് വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ആളുകളുടെ സഹായത്തോടു കൂടിയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള RN അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇസ്രായേലിലേക്ക് വരാം. സീരിയസ്ലി നുണ പറഞ്ഞല്ല കേട്ടോ, ശരിക്കും വരാം. നിങ്ങൾക്കും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ. അവൈലബിൾ ആണ് ഡോക്യുമെൻറ്റ്സൊക്കെ. പക്ഷേ എന്ത് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുന്നേ എങ്ങനെയാണ് വരേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റീസാണ് വേണ്ടത് എന്ന് ഞാൻ പറയാം. നിലവിൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്ന ആരും ഇന്ത്യക്കാരെന്നല്ല, അതർ നാഷണാലിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ആരോഗ്യ മേഖലയിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഓണായി കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നാളെ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് GNM അല്ലെങ്കിൽ BSc കഴിഞ്ഞിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഡിപ്ലോമയും അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. അയാൾ ഇന്ത്യൻ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്. 2 വർഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഹീബ്രു മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോംബെയിലെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സാധാരണ ഇപ്പോൾ പഠിക്കുന്ന പോലെ പോരാ, എഴുതാനും വായിക്കാനും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യാനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരാളായിരിക്കണം. എല്ലാ രീതിയിലും ലാംഗ്വേജ് കൈകാര്യം ചെയ്യാവുന്ന ഒരാളായിരിക്കണം. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 months വിസയിലാണ് ഇസ്രായേലിൽ ആദ്യം എത്താൻ പറ്റുക. ആദ്യം വരുമ്പോഴത്തേക്കും നേഴ്സായിട്ടല്ല, നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇസ്രായേലി നഴ്സിംഗ് കൗൺസിലിൻ്റെ എക്സാം ഉണ്ടാവും. അത് ഹീബ്രുവിലായിരിക്കും. ഹീബ്രുവിൽ മാത്രമല്ല, മറ്റ് ഭാഷകളിലും ഉണ്ട്. പക്ഷേ മെയിൻലി അതിനകത്ത് നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഹീബ്രു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും അതിനകത്ത് നോക്കുന്നത്. അപ്പം അത് മസ്റ്റായിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇസ്രായേലി നഴ്സിംഗ് ഹീബ്രു കൗൺസിലുണ്ട്. അതായത് ഈ മെഡിക്കൽ ചേഞ്ചസ്, മെഡിക്കൽ ട്രാൻസ്ലിറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. കാരണം എല്ലാ ദിവസത്തെയും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഫയലിങ്, ഡാറ്റാസ് ഷെയറിങ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഹാൻഡ് ഓവറിങ്, ഇതെല്ലാം ഹീബ്രുവിലാണ് ഇവിടെ ചെയ്യുന്നത്. സോ അതിന് മാത്രം ലാംഗ്വേജ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേഴ്സിംഗ് ഡിഗ്രി ഓർ ഡിപ്ലോമ, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് മസ്റ്റായിട്ടും ഹാജരാക്കിയിരിക്കണം.
നേഴ്സിംഗ് ലൈസൻസ്, നേരത്തെ പറഞ്ഞ നേഴ്സിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, പാസ്പോർട്ട് ആൻഡ് ID ഫോട്ടോസ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് ഡോക്യുമെൻ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഹീബ്രുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത് അല്ലെങ്കിൽ പിന്നീട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മസ്റ്റായിട്ടും ഹീബ്രു ലാംഗ്വേജ് അറിയുന്ന ഒരാളായിരിക്കും. ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹീബ്രു ലാംഗ്വേജിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ ഉൽപ്പാം എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് ഇവിടെ വന്നതിന് ശേഷം അവർക്ക്. അതായത് ഈ ക്രൈറ്റീരിയകൾ എല്ലാം സെറ്റായിട്ട് വരുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. നേഷൻ ലൈസൻസ് എക്സാമിനേഷൻ ഇൻ ഇസ്രായേൽ. ആഫ്റ്റർ അപ്രൂവൽ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് യു വിൽ ബി അലൗഡ് ടു സിറ്റ് ഇൻ ദി ഇസ്രായേലി നേഴ്സിംഗ് ലൈസൻസ് കൗൺസിൽ എക്സാം. അതായത് ഈ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് പാസ്സാവണം. മിനിമം 60% നമുക്ക് മാർക്ക് വേണം. ആദ്യം നമുക്ക് കിട്ടുന്നത് ടെമ്പററി ലൈസൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷക്കാലം നമുക്ക് ടെമ്പററി ലൈസൻസ് ആയിട്ടേ കിട്ടത്തുള്ളൂ. ഒരു വർഷത്തിന് ശേഷമാണ് നമുക്ക് ജോബിന് വേണ്ടി, പെർമനൻറ്റ് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ നേഴ്സിംഗ് കൗൺസിൽ തരുന്ന അപ്രൂവൽ ഒരു വർഷത്തേക്ക് ടെമ്പററി അപ്രൂവൽ ആയിരിക്കും. എന്ന് സാരം B1 വർക്ക് വിസയാണ് നമുക്ക് തരുന്നത്. ഇതിനകത്ത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്രായേലി ഹോസ്പിറ്റൽ അതോറിറ്റി നമ്മൾക്ക് ഇൻവിറ്റേഷൻ തരണം. അതായത് ഇസ്രായേൽ ഹോസ്പിറ്റലിൽ നമുക്ക് ഇൻവിറ്റേഷൻ തന്നാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിന് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് നഴ്സിംഗിൽ അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ ഒരു കെയർ ഗീവർ അല്ലാതെ ഒരു ബയലാട്രൽ എഗ്രിമെൻ്റ് ഇല്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരാനുള്ള ഏക പാത്ത് എന്ന് പറയുന്നത് ഇസ്രായേലി ഹോസ്പിറ്റൽ അതോറിറ്റി. മേ ബി ഈ മേൽപ്പറഞ്ഞ ഏജൻസി അങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് കണക്ഷനുള്ള ആളുകളാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഈവൺ അങ്ങനെ ഒരു കണക്ഷൻ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സാധാരണ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ലോകമെമ്പാടും പോയി ജോലി കണ്ടെത്തി ലോകമെമ്പാടും വെട്ടിപ്പിടിച്ചിട്ടുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹീബ്രു പഠിക്കുക എന്നൊക്കെ വിചാരിച്ചാൽ വേണമെന്ന് വിചാരിച്ചാൽ പറ്റാത്ത കാര്യമൊന്നുമല്ല. സോ ഇത് സാധ്യമാകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപോലെ വരികയാണെങ്കിൽ ഇത് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ നമുക്കറിയത്തില്ല ഇപ്പം നടക്കുമോ ഇല്ലയോ. എന്തായാലും ആ ഏജൻസി നിലവിൽ പൈസ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ആരും അഡ്വാൻസ് പൈസ ഒന്നും മേടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുമാത്രമല്ല പലപ്പോഴും പല മേഖലകളിലും അഗ്രികൾച്ചർ അടക്കം അല്ലെങ്കിൽ NSDC അടക്കം പല മേഖലകൾ ഓപ്പണിങ് വരുന്ന സമയത്ത് പല ആളുകളും പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും പൈസ അഡ്വാൻസ് മേടിക്കുന്നില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളൊക്കെ വളരെ ലിമിറ്റഡ് സോഴ്സസിലായിരിക്കും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അറിയുന്നതും. പക്ഷേ ഈ ഒരു റിക്രൂട്ടിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ ദിവസവും പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പുതിയ ഓപ്പണിങ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അത് മാത്രമല്ല ഈ റിക്രൂട്ടിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നത് വലിയൊരു തുക ഡെപ്പോസിറ്റായിട്ട് കൊടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു റിക്രൂട്ടിംഗ് ലൈസൻസ് ഉള്ള ഒരു കമ്പനി ഒരിക്കലും ചെറിയ ലാഭത്തിന് വേണ്ടി ഒന്നും തട്ടിപ്പ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വളരെ ശുഭകരമായിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നിയത്. വേണമെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം, എല്ലാം പറ്റത്തില്ലെന്നല്ല. പക്ഷേ ഗവൺമെൻറ് റൂളുകൾ പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രൊവിഷൻ ശരിക്കും കിടപ്പുണ്ട്. വേണമെങ്കിൽ വരാം. ഇതുവരെ ആരും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇസ്രായേലി സിറ്റിസൺഷിപ്പ് അല്ലാത്ത വേറെ ആരും അങ്ങനെ നഴ്സിംഗ് മേഖലയിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഒരുപക്ഷെ നല്ലതായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും മാർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.